ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പുതിയ ഒരു ആരാധനാ വത്സരകാലത്തിലേക്ക് സൗമ റംബ അഥവാ വലിയ നോമ്പ്, ഗ്രേറ്റ് ലെൻറ്റ്, തപസ്സിൻ്റെയും പ്രാർത്ഥനയുടെയും ദാനധർമ്മത്തിൻ്റെയും ത്യാഗനിർഭരമായ ഒരു കാലഘട്ടത്തിലേക്ക് തിരുസഭ നമ്മെ ക്ഷണിക്കുന്ന കാലഘട്ടമാണിത്. ഈ ദിവസത്തെ സുവിശേഷത്തിൽ സാധാരണ നോമ്പിൻ്റെ ഒന്നാം ഞായറാഴ്ച വായിക്കാറുള്ള ഈശോയുടെ പ്രലോഭനങ്ങളെക്കുറിച്ചുള്ള ഭാഗമാണ് നാം ശ്രവിക്കുന്നത്. ഇന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള മരുഭൂമിയിലെ ത്രിവിധ പരീക്ഷകളാണ്. ഈശോ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി യോർദാനിലേക്ക് മടങ്ങി എന്നാണ് വിശുദ്ധ ലൂക്ക സുവിശേഷിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പ്രവർത്തനങ്ങളായിരുന്നു ഈശോയിൽ ഉണ്ടായിരുന്നത്. ആത്മാവിനാൽ നിറഞ്ഞ് ആത്മാവിൽ പൂരിതനായി സുവിശേഷ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി ഇറങ്ങി വരുന്ന അവിടത്തേക്ക് പരീക്ഷണങ്ങളെയാണ് നേരിടേണ്ടി വരുന്നത്. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. മരുഭൂമി ഏകാന്തതയുടെ, വിജനതയുടെ, വലിയ ഉഗ്രമായ ചൂടിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും സ്ഥലമാണ്. മരുഭൂമി പലതരത്തിലുള്ള പ്രലോഭനങ്ങളുടെ സ്ഥലമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത്. പഴയ നിയമ ജനതതി മരുഭൂമിയിലൂടെ 40 സംവത്സരക്കാലം യാത്ര ചെയ്താണ് വാഗ്ദാന നാട്ടിലേക്ക് എത്തുന്നത്. ആ മരുഭൂമിവാസം ഒരു തലമുറയെ തന്നെ മാറ്റിമറിച്ചു. പുതിയൊരു തലമുറയാണ് വാഗ്ദാന നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഈ മരുഭൂമിവാസം ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കുന്ന വാസമാണ്. ഈശോയും പുതിയ ഒരു തലമുറയിലേക്ക്, പുതിയ സമൂഹത്തിലേക്ക് നമ്മെ നയിക്കുവാനായി ആ മരുഭൂമി അനുഭവത്തിലേക്ക് കയറുകയാണ്. ഇസ്രായേലിൻ്റെ അതേ ഭാഗധേയം അവിടെ ഏറ്റെടുത്ത് പൂർത്തിയാക്കുകയാണ്. അവിടുന്ന് 40 രാപകലുകൾ അവിടെ മരുഭൂമിയിൽ കഴിച്ചുകൂട്ടിയെന്നാണ്. പഴയ നിയമത്തിലെ ഇന്നത്തെ 1-ാമത്തെ വായനയിൽ പുറപ്പാടിൻ്റെ പുസ്തകം 24:12 മുതൽ 18 വരെ മോശ അവിടെ 40 ദിവസം ദൈവത്തിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുവാൻ വേണ്ടി മരുഭൂമി മലയുടെ മുകളിൽ അവിടുന്ന് ദൈവസന്നിധിയിലായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിലെ മോശയായി ഈശോ ഇതുപോലെ 40 രാപ്പകലുകൾ. നമുക്കറിയാം, പഴയ നിയമത്തിലെ ഏലിയ പ്രവാചകൻ്റെ 40 ദിവസത്തെ ഉപവാസം, 40 ദിവസത്തെ നീണ്ട പ്രളയം, വെള്ളം ഇറങ്ങാൻ 40 ദിവസം എടുക്കുന്നു. അങ്ങനെ 40ൻ്റെ പരമ്പരകൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ഈശോ പൂർത്തീകരിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത് 40 ദിവസം അവൻ പരീക്ഷിക്കപ്പെട്ടു എന്ന രീതിയിലാണ്. അവൻ 40 ദിവസവും പരീക്ഷിക്കപ്പെട്ടു എന്നാണ്. 3 പരീക്ഷകൾ മാത്രമാണ് എടുത്തു പറയുന്നത്. പക്ഷെ അത് അന്തിമമായ 3 പരീക്ഷകളാണ്. ഈ 40 ദിവസവും പിശാചിൻ്റെ കസ്റ്റഡിയിൽ, പോലീസ് കസ്റ്റഡിയിൽ ഒരാളായിരിക്കുമ്പോൾ പലതരത്തിലുള്ള മർദ്ദനങ്ങളും ഭേദ്യങ്ങളും ഏറ്റെടുക്കുമെന്ന് പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങൾ, മനുഷ്യൻ്റെ വേദനകൾ, അവനുണ്ടാകുന്ന പ്രതിബന്ധങ്ങളെല്ലാം അവൻ ഏറ്റെടുത്തതാണ്. ഇന്നത്തെ ലേഖനം, എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ ഇന്നത്തെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. 18-ാം വാക്യത്തിൽ, പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കുന്നവരെ സഹായിക്കുവാൻ അവന് സാധിക്കുന്നു. അങ്ങനെ പരീക്ഷിക്കപ്പെടുന്ന മനുഷ്യനെ പാവം ഒഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും അവൻ പരീക്ഷിക്കപ്പെട്ടു. അതെന്തിനു വേണ്ടിയാണ്? മനുഷ്യനെ സഹായിക്കുവാൻ, നമ്മെ സഹായിക്കുവാൻ അവിടത്തേക്ക് സാധിക്കുന്നു. അവൻ സ്വീകരിച്ചത് ദൈവദൂതന്മാരുടെ രൂപമല്ല, മറിച്ച് മനുഷ്യൻ്റെ, അബ്രാഹത്തിൻ്റെ സന്തതിയാണ്. ഈ അസ്യൂംഡ് ഹ്യൂമൻ നേച്ചർ, മനുഷ്യവർഗത്തെ അവിടുന്ന്, മനുഷ്യത്വത്തെ ഏറ്റെടുത്തു. അങ്ങനെ മനുഷ്യാവതാരം ചെയ്ത് അവിടുന്ന് നമ്മെ എല്ലാവരെയും സഹോദരങ്ങളെന്ന് വിളിക്കുവാൻ ലജ്ജിക്കാതിരുന്നു. അങ്ങനെ കർത്താവ് ഈ മനുഷ്യൻ്റെ എല്ലാ പ്രലോഭനങ്ങളെയും അവനും നേരിട്ടു. അതുകൊണ്ട് എല്ലാ മനുഷ്യൻ്റെ പ്രലോഭനങ്ങളെയും നേരിടുവാൻ, വിജയിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നതാണ്. 40 ദിവസവും പ്രലോഭനങ്ങൾ നേരിട്ടു. അവസാനമാണ് പിശാച് പറയുന്നു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക. 40 ദിവസത്തെ ഉപവാസം കർത്താവിന് തീർച്ചയായും വിശന്ന് ദാഹിച്ച് തളർന്നിരിക്കുമ്പോൾ അവരാവശ്യം അപ്പമാണ്. പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ ഈ പരീക്ഷ പിശാച് കൊണ്ടുവരുമ്പോൾ
കർത്താവ് നമുക്കറിയാം വെള്ളം വീഞ്ഞാക്കി കൊടുക്കുവാൻ അവിടത്തേക്ക് സാധിച്ചു. പക്ഷെ സ്വന്തമായ ഒരു അത്ഭുതം ഈശോ ചെയ്യുന്നില്ല, തനിക്ക് വേണ്ടി ഒരു അത്ഭുതം ഈശോ ചെയ്യുന്നില്ല. അതാണ് ഇവിടെ കാണുന്നത്. ഈശോ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അതിരിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. നിയമാവർത്തന പുസ്തകം 8:3. അപ്പോൾ ഈശോ ഇവിടെ ചെയ്യുന്നത് ഒരു ദൈവികമായ ഒരു തിരുത്തലാണ്. ദൈവവചനം കൊണ്ടാണ് പിശാച് മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്നത്. ദൈവവചനം കൊണ്ട് തന്നെ തിരിച്ച് അതിനെ തോൽപ്പിക്കുന്ന ഈശോയുടെ മാതൃകയാണ് പൗരസ്ത്യ പിതാക്കന്മാർ ആൻറ്റി റേസിസ്റ്റ് എന്നാണ് പൗരസ്ത്യ ആധ്യാത്മിക പിതാക്കന്മാർ പറയുന്നത്. ഒരു ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് എന്ത് പ്രലോഭനം വന്നാലും അതിനെ നേരിടാൻ കഴിയുന്ന, പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ദൈവവചനങ്ങളുണ്ട്. അങ്ങനെ ആ വചനം കർത്താവിൻ്റെ അധരങ്ങളിലുണ്ട്, അത് സമീപസ്ഥമാണ്. ആ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവവചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ തോൽപ്പിക്കുകയാണ്. അങ്ങനെ ഈ വലിയ പ്രലോഭനം, ഭക്ഷണം കഴിക്കുക, വിശപ്പടക്കുക, വാസ്തവത്തിൽ അതൊരു പ്രലോഭനമല്ല. പക്ഷേ അതിന് ആ ഒരു ലസ്റ്റ് ഫോർ ഫ്ലഷ്, ഭൗതികമായ ലൗകികമായ തൃഷ്ണകളുടെ എല്ലാം പ്രതീകമാണ്. ആദ്യ മനുഷ്യൻ ആദം, അവനുണ്ടായ പാപം എന്ന് പറയുന്നത് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചുവെന്നാണ്. അപ്പോൾ ആ ഭക്ഷണം, അവൻ്റെ ഗർട്ടണി, അവൻ്റെ ഭക്ഷണാസക്തിയാണ് വാസ്തവത്തിൽ അവനെ പാപത്തിലേക്ക് നയിച്ചത്. ഈശോ അതെല്ലാം കീഴടക്കുന്ന എങ്ങനെയാണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. ദൈവവചനം മനുഷ്യന് ആത്മീയമായ കരുത്ത് നൽകുന്നു, ഭൗതികമായ അപ്പത്തിന് അതീതമായ കരുത്ത് നൽകുന്നു. അതുകൊണ്ട് ദൈവവചനത്തെ മുറുകെ പിടിക്കുകയാണ് കർത്താവ്. രണ്ടാമത്, കർത്താവിനെ പിശാച് ഒരു ഉയർന്ന മലയിലേക്ക് സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. അപ്പോൾ അവിടെ ഈ പിശാച് ആരാണ്? ലോകത്തിൻ്റെ അധികാരിയായിട്ട് കാണുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14:30 ഈശോ പറയുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, പക്ഷേ അവന് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല. ദി പ്രിൻസ് ഓഫ് ദി വേൾഡ്, ഇത് പിശാചാണ്. അപ്പോൾ ഈ പിശാചിൻ്റെ അധീനതയിലുള്ള ലോകം, പൈശാചിക അടിമത്തത്തിൽപ്പെട്ട ആ ലൗകികത, ആ ലോകം, അതിനെ വീണ്ടെടുക്കുവാൻ വന്നവനാണ് കർത്താവ്. അതുകൊണ്ട് പിശാചിൻ്റെ മുമ്പിൽ അടിയറവ് പറയുവാൻ അവിടുന്ന് സന്നദ്ധനല്ല. അപ്പം പിശാചിൻ്റെ അധികാരം അവിടുന്ന് അംഗീകരിക്കുന്നില്ല. പിശാചിനല്ല അധികാരം, ദൈവത്തിനാണ് അധികാരം. അതുകൊണ്ടാണ് മറുപടിയായിട്ട് ഈശോ പറയുന്നത്, നിയമാവർത്തന പുസ്തകം 6:13 ഉദ്ധരിച്ചുകൊണ്ട്, ദൈവമായ കർത്താവിനെ മാത്രം നീ ആരാധിക്കണം, അവനെ മാത്രമേ നീ പൂജിക്കാമുള്ളൂ. അപ്പോൾ പിശാചിൻ്റെ മുമ്പിൽ വീണ് കിടന്ന് സാത്താൻ സേവ, പിശാചിൻ്റെ അടിമകളായി നിന്നുകൊണ്ട് ആ പിശാചിനെ സേവിക്കുന്ന അവസ്ഥ, തിന്മയെ, ദുഷ്ടതയെ എല്ലാം സേവിച്ചുകൊണ്ട് കാര്യങ്ങൾ സാധിക്കുന്ന ആ ഒരവസ്ഥ മനുഷ്യൻ്റെ വലിയൊരു പതനമാണ്. അപ്പോൾ അവനെ ഇതേ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു രണ്ടാമത്തെ ലസ്റ്റാണ്, ലസ്റ്റ് ഫോർ പൊസഷൻ. സ്ഥാനമാനങ്ങൾ ലഭിക്കുക, വലിയ സ്ഥാനങ്ങൾ ലഭിക്കുക, അവിടെ നിനക്കെല്ലാം ലഭിക്കും, അതെല്ലാം സ്വന്തമാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ലസ്റ്റ്, ആ ഒരു ദുരാശയെ കർത്താവ് തോൽപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് കർത്താവിനെ ദേവാലയ ഗോപുരത്തിൻ്റെ സംഘത്തിൽ നിർത്തിക്കൊണ്ട് പറയുന്നതായിട്ട് കാണിക്കുകയാണ്. അവിടെ വെച്ച് പറയുന്നത്, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടുന്ന് താഴേക്ക് ചാടുക, നിന്നെ സംരക്ഷിക്കുവാൻ ദൈവദൂതന്മാരോട് അവൻ കൽപ്പിക്കുമെന്നും നിന്റെ കാലിൽ കല്ലിൽ തട്ടാതെ അവൻ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. ഇത് സങ്കീർത്തനം 91. ഈ 91-ാം സങ്കീർത്തനം വാസ്തവത്തിൽ ഈശോയുടെ കാലഘട്ടങ്ങളിൽ ഭൂതോച്ചാടനത്തിന് ഉപയോഗിച്ചിരുന്ന സങ്കീർത്തനമാണ്. എന്ന് പറഞ്ഞാൽ പിശാചിനെ ബഹിഷ്കരിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സങ്കീർത്തനമാണ്. അപ്പോൾ ഈ സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈശോയോട് ഇങ്ങനെ ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം പിശാചിനെ ഉച്ചാടനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ സങ്കീർത്തനം പിശാചിന് അറിയാമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അത് ഉദ്ധരിക്കുന്നത്. അപ്പോൾ ദൈവവചനം സാത്താൻ ഉദ്ധരിക്കുകയാണ്. പക്ഷേ ഈശോ കൊടുക്കുന്ന ആ മറുപടി, നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. നിയമാവർത്തന പുസ്തകം 61:16 അതിൽ പറയുന്നു, ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ഇവിടെ വിശുദ്ധ സുവിശേഷത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാമത്തെ പ്രലാപനം ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുന്നതായിട്ട് കാണിക്കുകയാണ്. ദേവാലയം, ദ ടെമ്പിൾ, അതാണ് ഈശോയുടെ
യാത്രയുടെ ലക്ഷ്യം. അപ്പോൾ അതിൽ അവസാനിക്കത്തക്ക രീതിയിലാണ് ഈ പ്രലോഭനങ്ങളുടെ ലിസ്റ്റ് മത്തായിയുടെ സുവിശേഷത്തിൽ വ്യത്യസ്തമായിട്ട് ലൂക്ക അവതരിപ്പിക്കുന്നത്. ഈ 3 പ്രലോഭനങ്ങളും ട്രിപ്പിൾ കോൺക്യുപ്പേഷൻസ്, മനുഷ്യന് ഉണ്ടാകുന്ന എല്ലാ പ്രലോഭനങ്ങളുടെയും അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? 3 തരത്തിലുള്ള ദുരാശകളാണ് മനുഷ്യന് ഉണ്ടാകുന്നത് ഈ ലോകത്തിലുള്ളത്. 1 യോഹന്നാൻ 2:16-17 ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഈ 3 ദുരാശകൾ അതാണ് 3 തരത്തിലുള്ള പ്ലഷറിന് വേണ്ടിയുള്ള ലസ്റ്റ് ഫോർ ഫ്ലഷ് പ്ലഷർ, ലസ്റ്റ് ഫോർ പൊസഷൻ അതാണ് രണ്ടാമത്തേത്. 3-മത്തേത് ലസ്റ്റ് ഫോർ വെയിൻ ഗ്ലോറി. ദേവാലയത്തിന് മുകളിലും താഴേക്ക് ചാടുമ്പോൾ എല്ലാവരും തന്നെ അംഗീകരിക്കും. ഇങ്ങനെ കുറുക്കു വഴികളിലൂടെ എല്ലാവരുടെയും കൈയ്യടി നേടുവാൻ, എന്ത് സ്വാർത്ഥ താല്പര്യങ്ങളുടെ മുമ്പിലും പിശാചിൻ്റെ മുമ്പിലും താണു വീണ് കിടക്കുവാൻ, അങ്ങനെ കാര്യങ്ങൾ സാധിക്കുവാൻ, അങ്ങനെയുള്ളൊരു ജീവിതമല്ല ഈശോയുടെ ജീവിതം. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് അവിടെ ജീവിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതപ്പെട്ടിട്ടുണ്ട്. ദൈവത്തെ പരീക്ഷിക്കരുത്, ദൈവത്തിന് വിധേയമായി നാം ജീവിക്കണം എന്നുകൂടി എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈശോയുടെ ഈ പ്രലോഭനങ്ങൾ നമുക്ക് വലിയൊരു മാതൃകയാണ്. ഈ സഭയുടെ 50 നോമ്പ് കാലഘട്ടം, 40 ദിവസമാണ് ഖാത്രദേശിമ എന്ന് പറയുന്നത്. 40 ദിവസമാണ് യഥാർത്ഥത്തിൽ, ഞായറാഴ്ചകളിൽ ഉൾപ്പെടുമ്പോൾ 50 ദിവസം. അങ്ങനെയുള്ള ഒരു മരുഭൂമി അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. കത്തോലിക്ക വേദോപദേശ സംഹിത 540 ഖണ്ഡികയിൽ പറയുന്നുണ്ട്, എന്താണ് വലിയ നോമ്പ്? വലിയ നോമ്പിലൂടെ സഭ ഈശോയോടൊപ്പം മരുഭൂമിയിലായിരുന്ന ഈശോയുടെ ആ രഹസ്യത്തിലേക്ക് ഐക്യപ്പെടുവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മരുഭൂമിയിലായിരിക്കുന്ന അവസ്ഥ പ്രാർത്ഥനയിൽ ഈശോ ലയിച്ചു ചേർന്നിരുന്നു. 40 രാപകലുകൾ പ്രാർത്ഥിച്ച് ദൈവത്തോടു കൂടി ആയിരുന്നപ്പോഴാണ് ദൈവത്തിൻ്റെ വചനം അവിടെ മോശയ്ക്ക് ലഭിക്കുന്നത്. ഇതുപോലെ ഈ കാലഘട്ടം മുഴുവനും 3 സ്തംഭങ്ങളാണ് ഈ കാലഘട്ടത്തിനുള്ളത്. എന്തൊക്കെയാണ്? പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. കൂടുതൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കുവാൻ, അതുപോലെ തന്നെ ഉപവാസം, ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ. 3-മത് ദാനധർമ്മം, നമുക്കുള്ളത് പങ്കുവെച്ച് കൊടുക്കുവാൻ. ഇതാണ് 3 പില്ലേഴ്സ് ഓഫ് ദി ലെൻറ്റ്. അപ്പം ഈ വലിയ നോമ്പിൻ്റെ 3 അടിസ്ഥാന സ്തംഭങ്ങൾ ഇതാണ്. ഇങ്ങനെ പ്രാർത്ഥനയിൽ കൂടുതൽ ചെലവഴിക്കുവാൻ, ഉപവസിക്കുക, ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ ഒക്കെ നമ്മെ തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. സുറിയാനി ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ ഉപവാസം എന്ന് പറയുന്നത് ദൈവമായുള്ള ഒരു ഉടമ്പടിയാണ്. അതിരാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ചാണ് ഉപവാസം കാലഘട്ടത്തിൽ ഓരോ ദിവസവും എന്നാണ് പുരാതന പാരമ്പര്യം. ഉപവാസം തുടങ്ങിക്കഴിഞ്ഞാൽ, വലിയ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് മുറിക്കുവാൻ അനുവദിച്ചിരുന്നില്ല. അവസാനം വരെ ഉപവസിച്ചിരിക്കണം. ആരെങ്കിലും നോമ്പ് വീഴ്ച വരുത്തിയാൽ അവനെ നോമ്പ് നോക്കാൻ പണ്ട് കാലങ്ങളിൽ അനുവദിച്ചിരുന്നില്ല. കാരണം ദൈവമായുള്ള ഒരു ഉടമ്പടിയാണ്. അങ്ങനെ ഭക്ഷണപദാർത്ഥങ്ങളിലുള്ള മാംസവർജനം, മാംസ പാൽ ഉൽപ്പന്നങ്ങളെല്ലാം വർജിക്കുന്നു. അങ്ങനെയുള്ള ഭക്ഷണവർജനം, വെറും ഭക്ഷണവർജനം മാത്രമാണ് ഉപവാസമെങ്കിൽ അത് പിശാചിൻ്റെ ഉപവാസമാണെന്നാണ് ആധ്യാത്മിക ആചാര്യന്മാർ പറയുന്നത്. കാരണം പിശാചൻ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ യഥാർത്ഥ ഉപവാസം പ്രാർത്ഥന കൊണ്ട് നമ്മളുടെ സമയം നിറയ്ക്കുക, പ്രാർത്ഥനയിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുക, ദൈവഹിതം ആരായുക, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുക. നമ്മളുടെ ജീവിതത്തിലുള്ള ഇത്തരത്തിലുള്ള അടിസ്ഥാന മനുഷ്യ ജീവിതത്തിൽ തന്നെയുള്ള അടിസ്ഥാനപരമായ വീഴ്ചകളെ അതിജീവിക്കുവാനുള്ള ശക്തി സംഭരിക്കുക. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ എന്ന് പറയുന്നുണ്ട് നോമ്പ് എന്താണ്. പ്രഭാഷകൻ 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പ്രത്യേകിച്ച് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യുന്നത് പോലെ സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും. അങ്ങനെ കർത്താവിൻ്റെ ഒരു സഹനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നോമ്പെന്ന് പറഞ്ഞാൽ നൊമ്പരം എന്ന് തന്നെയാണ്. ചെറിയ വേദനകൾ അനുഭവിക്കുകയാണ്, പലതരം സുഖങ്ങളും പരിത്യജിക്കുകയാണ്. അങ്ങനെ ത്യാഗനിർഭരമായ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തെ പുതുക്കിപ്പണിയുവാൻ, അങ്ങനെ മരുഭൂമി അനുഭവത്തിലൂടെ ഇസ്രായേൽ ജനത പുതിയൊരു ജനതയായി മാറിയതുപോലെ ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും വഴി ദൈവികമായി രൂപാന്തരപ്പെടുവാൻ കർത്താവിനോട് ചേർന്ന് മരുഭൂമിയിലായിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് നാം ഈ നോമ്പ് കാലം കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കണം. നോമ്പ് കാലം
പരസ്നേഹ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാം ചെയ്യുന്ന ത്യാഗങ്ങൾ പങ്കുവയ്ക്കുന്ന കാലഘട്ടമായിരിക്കണം. അതിനാണ് നോമ്പിൻ്റെ സാമൂഹികപരമായ ജീവകാരുണ്യപരമായ വശം അതാണ്. അങ്ങനെ ഈ നോമ്പ് വെറും സ്വാർത്ഥപരമായ ഒരു ലക്ഷ്യം അല്ല, അത് അതീതമായി ദൈവികമായ ലക്ഷ്യമാണ്. പരിപാവനമാം ഉപവാസം എന്നാണ് സുറിയാനി സഭകൾ പറയുന്നത്. പരിശുദ്ധമായ ഉപവാസം, കർത്താവിനോടൊപ്പം ആയിരിക്കുന്ന അവസ്ഥ, അങ്ങനെ ഏറ്റെടുക്കുന്ന ഒരു ഉടമ്പടിയാണ് ഈ നോമ്പ് കാലം, വലിയ നോമ്പ് കാലം. അതുകൊണ്ട് ഈ കാലഘട്ടം മോശയ്ക്ക് ദൈവവചനം ലഭിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ദൈവവചനം അവിടത്തേക്ക് സമീപസ്ഥമായിരുന്നു. അവിടുത്തെ അധരങ്ങളിൽ ആ വചനം എത്തി ആവശ്യം വന്നപ്പോൾ ഉദ്ധരിക്കത്തക്ക രീതിയിൽ കർത്താവിൻ്റെ വചനം അവിടുത്തെ കൂടെ ഉണ്ടായിരുന്നു. ഇതുപോലെ ദൈവവചനമായിട്ട് താതാത്മ്യപ്പെടുവാനും ഈശോയുമായിട്ട് ചേർന്ന് നിൽക്കുവാനും സഹനത്തിൻ്റെ തീച്ചൂളിലൂടെ ശുദ്ധീകരിക്കപ്പെടുവാനുമുള്ള ഒരു കാലഘട്ടമാണ്. അങ്ങനെ സ്നേഹത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ ദുരാശകളെ അതിജീവിക്കുന്ന ഒരു വിശുദ്ധ കാലഘട്ടമായി ഈ നോമ്പ് കാലം ആചരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.